ഇന്നിപ്പോ ഭഗവാൻ ഇനി വേറെ ആരുടെയും പ്രാർത്ഥന കേൾക്കുമെന്ന് തോന്നുന്നില്ല. തന്റെ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കാൻ സമയമെടുക്കുമല്ലോ. ഭഗവാനെ പറ്റി വലിയ തമാശയൊന്നും വേണ്ട കേട്ടോ. അവളുടെ കാര്യത്തില് എനിക്ക് അല്പം കൂടുതൽ ശ്രദ്ധയുണ്ടെന്ന് കൂട്ടിക്കും. ജനിച്ചത് മുതല് ഒരുപാട് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ട ആളാ അർച്ചന. എനിക്ക് വേണ്ടി പോലും ഒരുപാട് വേദന അവൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് മതി വരില്ല. അവളുടെ ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. സന്തോഷം ഉണ്ടാവാതെ പിന്നെ? എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയുന്നതല്ല. സച്ചി ഒരു അടിപൊളി പയ്യനാ, പത്തര മാറ്റി തങ്കം. കോളേജിൽ ഞാനും സഞ്ജുവും പോയി പെടുന്ന പ്രശ്നങ്ങൾ വരെ ഞങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുന്ന ആളാണവൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട. അർച്ചനയുടെ സച്ചിയുടെയും ജീവിതം ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ ടൈപ്പ് ലൈഫായിരിക്കും. താൻ നോക്കൂ. എല്ലാം ഭംഗിയായ മതി എന്റെ ഭഗവാനെ. ഇവിടെ ഇങ്ങനെ നിന്നാലേ ഒന്നും ഭംഗിയാവില്ല. അവിടെ എല്ലാം ഏറ്റെടുത്തിരിക്കുന്ന നമ്മളാ. അവരെത്തുമ്പോഴേക്കും എല്ലാം ഓക്കെ ആക്കണ്ടേ? വാ. 1 2 3 4 5 6 7 8. അനുപേട്ട, സോറി, ഫോൺ വണ്ടിയിലായിരുന്നു. ഞങ്ങള് കാലത്തെ ഒന്ന് അമ്പലത്തിൽ പോയതാ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഞാനിവിടുത്തെ ഒരുക്കങ്ങൾ കണ്ടപ്പോ വിളിച്ചതാ. ഇത്ര ഗംഭീരമായിട്ടെല്ലാം ചെയ്യുന്ന കണ്ടപ്പോ എന്തോ ഒരു എന്ത് ചെയ്തു അനുപേട്ട? നമുക്കെല്ലാം ഒരുപോലെ പ്രധാനം ഇപ്പൊ ഈ കല്യാണം ഗംഭീരമായിട്ട് നടത്തുക എന്നതല്ലേ. നിങ്ങൾ കൂടുതൽ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളിപ്പോ എത്തും. പിന്നെ അവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നന്നായി നടക്കുന്നില്ലേ? ആതിര ചോദിച്ചാലേ ഞങ്ങൾ അധികം വൈകില്ലെന്ന് പറയണേ. ഇല്ലെങ്കിൽ ചിലപ്പോ ചീത്ത കേൾക്കും. ആരും എത്തിയില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു ആതിര. അനൂപ്, ഹൽദിയുടെ പലഹാരങ്ങളൊക്കെ ഇപ്പൊ എത്തും. മഞ്ഞ നിറത്തിലുള്ള ലഡു, ജിലേബി, മൈസൂർ പാക്ക്, ഹൽവ, പിന്നെ കുറച്ച് പഴുത്ത മാങ്ങകളും ഒക്കെയാണ്. പിന്നെ ഒരു മഞ്ഞ കേക്കും. വേറെന്താ വയ്ക്കേണ്ടത്? നാളത്തേക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മതി, അവര് കൊണ്ടുവരും. മുല്ലപ്പൂവിന്റെ കാര്യം മറക്കാതെ നോക്കണം. പിന്നെന്താ, നോട്ട് ചെയ്തോളൂ. ശരി സാർ. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി ഏൽപ്പിക്കാവും ഭേദം. അയ്യടാ, അങ്ങനെ ഡാൻസ് കളിക്കാതെ മുങ്ങാൻ നോക്കണ്ട. അതെല്ലാം ശ്യാമിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം മോള് വന്ന് വെള്ളം കുടിച്ചിട്ടേ ബാക്കി സ്റ്റെപ്പ് കൂടെ പഠിക്കാൻ നോക്ക്. വാ. എന്തു പറ്റി? ഒറ്റയ്ക്ക് ചെയ്യാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം കൂടെ തട്ടിപ്പറിച്ച് ചെയ്തതിന്റെ പരിഭവമാണോ മുഖത്ത്? അയ്യോ, പരിഭവോ അങ്ങനൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂടെ നിൽക്കുന്നത് കാണുമ്പോ സത്യത്തില് കണ്ണു നിറയുന്നുണ്ട്. ഇതിനേക്കുള്ള കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടുമെന്ന് ഓർക്കുമ്പോ അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ട അനൂപേ. മനുഷ്യർ തമ്മിലുള്ള സഹായങ്ങൾക്കുള്ള പ്രതിഫലം സ്നേഹവും നല്ല ബന്ധങ്ങളും മാത്രമാണ്. അതെന്നും നമുക്കിടയിലുണ്ടാവും. പിന്നെ ഈ കല്യാണം അഖിലും സഞ്ജുവും അവരുടെ കൂട്ടുകാരന് വേണ്ടി ഒരുക്കുന്ന സമ്മാനമാണ്. നമ്മളല്ല അതിന്റെ ഒരു ഭാഗമായിട്ട് നിന്നു കൊടുത്താൽ മാത്രം മതി. എന്തായാലും ഇതോർത്തിനി സങ്കടപ്പെട്ട് നിൽക്കണ്ട. സത്യത്തിൽ സങ്കടമല്ല എനിക്ക്. അർച്ചനയുടെ കല്യാണത്തെപ്പറ്റി ഓർക്കുമ്പോ മനസ്സിലൊരു പേടി എപ്പോഴും. ഇത്തിരി പോന്നൊരു കുഞ്ഞാകുമ്പോ മുതൽ കാണുന്നല്ലേ അവളെ. എത്രയോ വേദനകളിലൂടെ അവൾ കടന്നുപോയി. ഒരു വട്ടം പോലും നേരി കാണാത്ത പയ്യനായിട്ട് പോലും അവൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഇത്രയും സന്തോഷം അവൾക്ക് നൽകി ഒടുവിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ വന്ന് പെടുവെന്ന് വെറുതെ ഒരു ആശങ്ക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതവൾക്ക് താങ്ങാൻ പറ്റില്ല. അനൂപ് വെറുതെ പേടിക്കണ്ട. പിന്നെ സച്ചിയല്ലേ അവളെ കിട്ടുന്നത്. അവൻ എനിക്ക് മകനെ പോലെ തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ കണ്ണ് നിറയാതെ നോക്കാൻ അവന് നന്നായിട്ട് അറിയാം. എന്നെ വിശ്വസിക്ക്. ഓക്കെ. സ്വാതി, അവൻ റെഡിയാ. സ്വാതി, ഐ കോൾ യു ബാക്ക്. ഓക്കെ. എന്താണ് ഇതൊക്കെ? യാത്ര പറയാൻ വന്നതാ. എത്രത്തോളം
ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി അമ്മുവിന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞാൻ കാരണം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ വിവാഹത്തിലേക്ക് പോവരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. പുതിയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ വേണം പോവാൻ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും നിരാശയുണ്ടാക്കരുത്. അതാരാ പറയുന്നത് എന്നതിൽ മാത്രമേ തമാശയുള്ളൂ. ആര് വരുമെന്ന പ്രതീക്ഷയില്ല അമ്മ ഇങ്ങനെ ജീവിതം തീർക്കുന്നത്. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്ത തന്നെ പറ്റിയുണ്ടോ? എന്നിട്ടും അമ്മു ഇപ്പോഴും അർത്ഥമില്ലാതെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഈ താലിയുടെ കാരണം പറഞ്ഞ് അമ്മുവിന് എന്നെ ഒഴിവാക്കണം. പക്ഷേ ഇനിയുള്ള കാലം മുഴുവൻ തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി ഈ ജീവിതം ഇല്ലാതാക്കി കളയരുത്. അമ്മു ഇപ്പൊ പറഞ്ഞവരെ ഈ വിവാഹം ഉപേക്ഷിച്ച് ഞാൻ തനിക്ക് വേണ്ടി വരാം. കാരണം എനിക്ക് തന്നെ അത്രയ്ക്കിഷ്ടം. അമ്മുവിനെ കൂടുതൽ സങ്കടത്തിലാക്കാനല്ല ഞാനിതൊന്നും പറഞ്ഞത്. അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കാണാം, അല്ല കാണാതിരിക്കാം. ഭഗവാനെ, എന്റെ ജീവിതം എത്ര മനുഷ്യർക്ക് വേദന കൊടുത്തത്. പുതിയ ജീവിതം സ്വപ്നം കണ്ട് നാളെ മണ്ഡപത്തിലേക്ക് കയറുന്ന ആ പാവം പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. സ്നേഹിച്ചയാളുടെ ഒപ്പം സന്തോഷമായി ജീവിക്കാൻ അർച്ചനയ്ക്കെങ്കിലും ഭാഗ്യം ഉണ്ടാവട്ടെ. എടാ, നല്ലൊരു ദിവസമായിട്ട് ചിരിച്ച മുഖം തരാത്തതേ വല്ലാത്ത ക്രൂരതയാണ് അളിയ. ഒരാളെ മനസ്സിൽ വെച്ച് മറ്റൊരാളെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, ഞാൻ നിന്നെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല. ജീവിതത്തിലെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പലതും മാറ്റി വെക്കേണ്ടി വരും. നീ വിവാഹം കഴിക്കുമെന്ന് കേട്ടതുകൊണ്ട് മാത്രം ജീവിതം നിലനിർത്തിയ നിന്റെ അച്ഛനെ പറ്റി മാത്രം ഓർത്താൽ മതി. എടാ, നമ്മൾ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെ പരിഗണിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ.
കണ്ണ് നിറയരുത്. ഇനിയുള്ള നിന്റെ ദിവസങ്ങൾ ചിരിക്കാനുള്ളതാ. ഒരു മരുമകളായിട്ടല്ല, എന്റെ സ്വന്തം മകളായിട്ട് തന്നെ ഞാൻ നിന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും ഇനി ഉണ്ടാവില്ല. എന്റെ മകൻ നിന്നെ രാജകുമാരിയെ പോലെ നോക്കും. അതെന്റെ ഉറപ്പാ. ഈ വിവാഹം നടന്ന അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവാൻ പോകുന്നത് അവൾക്കാ, ആ ശ്യാമയ്ക്ക്. ഈ വിവാഹത്തോടെ അവൾ ആനന്ദഭവനത്തിലെ കണ്ണിലുണ്ണിയോ സമൂഹ സേവനത്തിന് മുന്നിൽ നിന്ന നായികയോ ഇല്ല. അവളെ, ആ കറുമ്പിയെ ആളാവാൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ, കുറച്ചായല്ലോ ഈ വഴി. ഞാൻ കരുതി തോൽവി സമ്മതിച്ച് ഒതുങ്ങി കൂടിയെന്ന്. ഞാനോ? തോൽക്കാനോ? അതും അഷ്ടിക്ക് വകയില്ലാത്ത പെണ്ണിന്റെ അടുത്ത്. കല്യാണം നടത്തുന്ന കഥയൊക്കെ അറിഞ്ഞാണല്ലോ. കല്യാണോ? നിങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിച്ച ആളുകൾ തന്നെ ഇപ്പോ കാശിന് വകയില്ലാത്ത ഒരു പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുക്കാൻ പോവുക. സമൂഹത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന മഹത്വം കൂടി ഇനി ആനന്ദഭവനത്തിന് സ്വന്തമാവാൻ പോവല്ലേ. അവൾക്കോ ആ കുടുംബത്തിനോ അങ്ങനെ ഒരു സൽപ്പേരുണ്ടാവാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. ഈ അവസാന നിമിഷത്തിൽ ഇനി എന്ത് ചെയ്യാനാ? അതിന്റെ ഒപ്പം ആ സഞ്ജുവും കൂടി ചേർന്ന കല്യാണം നടത്തുന്നത്. ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരിനി എത്ര ശക്തരാണെങ്കിലും ഈ കല്യാണം ഞാൻ നടത്തില്ല. അതെ, ഇവിടെ ഇരിക്കുന്നേക്കെ കൊള്ളാം. ചെക്കൻ വന്ന നേരെ മുറി പോണം. തമ്മില് കാണാൻ പാടില്ലാത്തതാ. വല്ലാത്ത ഓരോ രീതികള്. താലി കെട്ടിന് മുമ്പ് ചെക്കനും പെണ്ണും കാണാൻ പാടില്ലത്രേ. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല. കല്യാണ ദിവസമേ ചെക്കനെ കാണാൻ പറ്റുന്ന അവസ്ഥ വന്നാ ഞാൻ ചിലപ്പോ ശ്വാസം മുട്ടി മരിക്കും. അതിന് കോളേജ് പഠിക്കുമ്പോ തന്നെ സെറ്റായ ആളെ അങ്ങനെ കാണാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും ജോത്സ്യം പറയോ? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ നേരിടുന്നത് ചിലപ്പോ നല്ലതിനായിരിക്കും. ഈ വിവാഹം നന്നായി നടക്കാൻ ദൈവം നിശ്ചയിച്ച വഴിയാവൂത്. മനസ്സുകൾ കൂടുതലെടുക്കാൻ ചിലപ്പോ ഈ കാത്തിരിപ്പ് ഒരു കാരണമായാലോ. ഇവിടെ അടുപ്പം അല്പം അധികമായോ എന്നുള്ള സംശയമുള്ളൂ. ചിലര് കുറച്ചു നാളായി അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകള് ഞാൻ നേരിട്ട് കാണുന്നതല്ലേ. മാനത്ത് നോക്കി നിൽക്കുന്നു, എന്തൊക്കെയോ എഴുതുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്റെ ചേച്ചി കവിയാവുന്ന വരെ എനിക്ക് തോന്നുന്നുണ്ട്. മിണ്ടാതിരുന്നേ, കുറച്ച് കൂടുന്നുണ്ട്. അവന്തികെ, ആ കുട്ടിയുടെ സന്തോഷം കാണുമ്പോ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എന്റെ സ്വാർത്ഥത കാരണം അവളുടെ ഈ ചിരി മാഞ്ഞുപോയാൽ ഒരിക്കലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. സച്ചിക്ക് ഈ കല്യാണത്തിന് സമ്മതം തന്നെയല്ലേ? അവനെത്താനുള്ള താമസം കാണുമ്പോ എനിക്കെന്തോ. അച്ഛൻ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല. അവൻ പൂർണ്ണമായും ഈ വിവാഹത്തിന് തയ്യാറാണോന്ന് ചോദിച്ചാ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ നുണ പറയില്ല. കല്യാണം കഴിഞ്ഞ് പതുക്കെ മാറാവുന്ന കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങൾ മാത്രമേ അവന്റെ മനസ്സിലിപ്പോ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് ശരിയായിക്കോളൂ. അവനും ഈ കുടുംബത്തിനും നല്ലത് വരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അർച്ചനെ പോലൊരു നല്ല പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മരിക്കുമ്പോഴും എനിക്ക് സമാധാനം ഉണ്ടാവും. പക്ഷേ ഈ വിവാഹം കാരണം ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടായാൽ ഈശ്വരന്റെ മുമ്പിൽ ഞാൻ എന്നും തെറ്റുകാരനാവും. എന്ത് ദുഃഖം ഉണ്ടാവാൻ അച്ഛാ? അച്ഛൻ പറഞ്ഞ പോലെ അർച്ചനെ പോലൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വരുന്നു എന്നതിൽ പരം ഭാഗ്യം നമുക്കൊന്നുമില്ല. ഈ വിവാഹം അതുകൊണ്ട് തന്നെ ഈശ്വര നിശ്ചയ. ആര് വിചാരിച്ചാലും ഇതിനി തടയാനാവില്ല.
ഇവനെന്താ ഇങ്ങനെ? സച്ചി, നീ ഇപ്പൊ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതെന്തൊക്കെയാണെങ്കിലും എല്ലാം ഒഴിവാക്കി നിന്റെ മനസ്സ് നീ ശാന്തമാക്കണം. ദേ, നമ്മൾ എത്താറായി. ഒട്ടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഒരുപാട് പേർ നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. എടാ, നീ കേൾക്കുന്നുണ്ടോ? എടാ, നീ കേൾക്കുന്നുണ്ടോന്ന്? ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതെ, അവര് പുറപ്പെട്ടിട്ട് കുറെ സമയമായല്ലോ. ഒന്ന് വിളിച്ചു നോക്കണോ? ഏയ്, എത്താറായിട്ടുണ്ടെന്ന് ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. അനുപേട്ട, പേടിക്കാനൊന്നുമില്ല. ഒരു മിനിറ്റ്. ചെക്കൻ വന്നിട്ടുണ്ട്. ആണോ? എത്തിയോ? കുളിക്കേണ്ടവരെല്ലാം ഒളിച്ചു കേട്ടോ. ആ, ശരി ശരി. അതെ, കല്യാണ ചെക്കൻ വന്നൂന്ന്. എവിടെയായിരുന്നു ഇതുവരെ? ഇവിടെ എല്ലാവരും എത്ര നേരമായി കാത്തിരിക്കുന്നറിയാവോ? അതെ, പക്ഷെ പ്രധാനമായിട്ട് കാത്തിരിക്കുന്ന ആളെ ഇന്ന് കാണാൻ പറ്റില്ലെന്ന് മാത്രം. അമ്മോ, അമ്മോ, അമ്മോ. ഇവനിപ്പോ അർച്ചന എന്നുള്ള പേര് മാറ്റി അമ്മു എന്നൊക്കെയാ വിളിക്കുന്നത്. കാറിലിരുന്ന് ഞാനും കുറെ കേട്ടതാ. അവന്റെ ഒരു അമ്മു. വെൽക്കം ടു കല്യാണ നൻപ. താൻ ആ ഫോൺ നമ്പർ ഇങ്ങോട്ട് അയച്ചിട്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, എന്തോ വലിയ കോൾ എത്തമിട്ടുണ്ടല്ലോ. എന്തുണ്ടായി? വസുന്ധരയുടെ കുടുംബത്തിന് തറപറ്റിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് കോള് തന്നെയാണല്ലോ. നാളത്തെ കല്യാണം മുടക്കാൻ പറ്റിയ ഒരാളെ കൂട്ടുകിട്ടിയിട്ടുണ്ട്. അയാള് കൂടെ ഉണ്ടെങ്കിൽ ഈ വട്ടം ചിലതൊക്കെ നടക്കും. ഇത്രയും വിശ്വാസം തോന്നാൻ മാത്രം അതാരാ? ആ അഖിലും അവന്റെ കൂട്ടുകാരൻ സഞ്ജുവും കൂടിയാ ഈ കല്യാണം നടത്തുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തിയപ്പോ കിട്ടിയതാ ഇയാളെ. ഒരു നരേന്ദ്രൻ തമ്പി. കേട്ടിടത്തോളം അയാൾ മുറിവേറ്റ ഒരു വന്യമൃഗമാ. സഞ്ജുവിനെതിരെ തീരാത്ത പകയുള്ള ഒരാൾ. അങ്ങനെ കരുത്തനായ ഒരു പങ്കാളി ഈ ശ്രമത്തിൽ കൂടെ ഉണ്ടായാൽ നമ്മൾ ഇതിൽ വിജയിക്കും. നീ നോക്കിക്കോ. അതെ, നേരിട്ടായാലും ഇങ്ങനെ ഒളിച്ചിട്ടായാലും കാണാൻ പാടില്ലെന്നാ ജാതകത്തില്, അറിയാലോ. അതുകൊണ്ടേ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു. ഞാൻ പോയി ചെക്കനെ കണ്ടിട്ട് വരാം. ആവണിക്കുട്ടി എന്താ അമ്മയുടെ കൂടെ പോവാതിരുന്നേ? വന്ന ആളെ മോൾക്ക് കാണണ്ടേ? അശ്വന്തിക്ക് കാണണ്ടേ?
എനിക്ക് നാളെ കാണാൻ പാടുള്ളൂ. ഓ ആ എന്നാ എനിക്കും അങ്ങനെ മതി. അച്ചുവേണ്ടി കാണുമ്പോ ഞാനും കണ്ടോളാം. അങ്ങനെയാണെങ്കിലേ അർച്ചുവിന്റെക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ? എങ്ങനത്തെ സഹായം കേക്കട്ടെ, എന്നിട്ട് പറയാം. ഞാനൊരു സാധനം തന്നാ അതിപ്പോ വന്ന ആൾക്ക് കൊണ്ടു കൊടുക്കോ? ഗിഫ്റ്റ് ആണോ അതോ ഫ്ലവേഴ്സ് ആണോ? അമ്പടി, ഇതൊക്കെ എവിടെന്ന് പഠിച്ചു? അതെ, ഒരു ചെറിയ കത്ത. ഓ അപ്പൊ ലവ് ലെറ്റർ അല്ലേ? ഓക്കെ, കൊടുത്താ എനിക്ക് എന്ത് കിട്ടും? നീ ആള് കൊള്ളാലോ അവനിക്കുട്ടി. എന്താ വേണ്ട? കത്തായത് കൊണ്ട് ചോക്ലേറ്റ് മതി, പിന്നെ ഐസ്ക്രീം. ആഹാ, ഇത്ര ഡിമാൻഡ് ആണെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും വഴി കൊടുത്തോളാം. പണിപ്പാളി വേണമെങ്കിൽ ഞാൻ കൊടുക്കാട്ടോ, ചെറിയ മിഠായാലും മതി. അമ്പടി ബിസിനസ്സുകാരി. മിഠായി വാങ്ങിത്തരാട്ടോ. പക്ഷേ കത്ത് വേറെ ആരും കാണരുത്, എവിടെയും കളയും ചെയ്യരുത്. ആളുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ കാര്യം ഏറ്റു. ഹലോ, ഇത് നരേന്ദ്രനല്ലേ? അതെ, ആരാണ്? എന്റെ പേര് ജഗന്നാഥൻ. ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ. അപ്പോ ഒരു അവസരം നമ്മളും തേടി വന്നിരിക്കുകയാണല്ലേ? നന്നായി. കുറച്ചു കാലത്തെ കാത്തിരിപ്പാ. പണി വാങ്ങാനുള്ളവർ പന്തലൊരുക്കി കാത്തിരിക്കട്ടെ. നാളെ മണ്ഡപത്തിൽ പൂക്കൾക്ക് പകരം തീപ്പൊരി പറക്കും. ഇതാണ് അളിയന്മാർക്ക് വേണ്ടി ഒരുക്കിയ കോട്ടേജ്. ഡബിൾ റൂമാ. രാത്രിയിൽ എല്ലാം ഒന്ന് സെറ്റായിട്ട് ഞാനും വരാം. ഉഷാറാക്കാം. അളിയോ, നിന്റെ ഉറക്കൊന്നും അധികം കളയില്ല, അതോർത്ത് നിനക്ക് ടെൻഷൻ വേണ്ട. അപ്പടാ, ഞാനൊന്ന് പോയിട്ട് വരാം. സഞ്ജു എന്തായാലും അങ്ങോട്ട് വരില്ലേ? ഒന്ന് റിലാക്സ് ആയിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ആ ശരിടാ. ആ, നീ ഒന്ന് റെസ്റ്റ് എടുക്ക. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെയും കൂടെ സമ്മതത്തിന് ശേഷം നമ്മൾ ഈ കല്യാണത്തിന് ഒരുങ്ങിയത്. ആരായാലും കുഴപ്പമില്ലെന്ന് വാക്ക് കൊടുത്തതിന് ശേഷം സച്ചി, നീ ഈ കാണിക്കുന്ന വളരെ ബോറാണ്. ഇപ്പൊ തന്നെ അവിടെ കൂടിയ എല്ലാവരും ഒരു നിമിഷത്തേക്ക് അനുഭവിച്ച ടെൻഷൻ നീയും കണ്ടതല്ലേ? അവന്റെ ഒരു അമ്മുവിളി. എന്തോ ഭാഗ്യത്തിനായി എനിക്കപ്പോ അങ്ങനെ പറയാൻ തോന്നിയത്. ഇത് ഇങ്ങനെ തുടരാനാണ് നിന്റെ ഭാവമെങ്കില് പിന്നെ ഞാൻ നിന്റെ കൂടെ ഒന്നിനും ഉണ്ടാവില്ല, ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യാനാടാ?